I have been working in Domino's since 2022. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടല്ല, ചില സമയത്ത് പാർട്ട് ടൈം, ചില സമയത്ത് ഫുൾ ടൈം. ഇറ്റ് വാസ് മോർ ലൈക്ക് എ സെക്കൻഡ് ജോബ് ടു മീ. പക്ഷേ ഇപ്പോൾ കനേഡിയൻ ജോബ് മാർക്കറ്റ് ഭയങ്കര മോശമായതുകൊണ്ടും ഇമിഗ്രേഷൻ പിന്നെ അതിനേക്കാട്ടിൽ ഷോക്കായതുകൊണ്ടും ഈ ബാക്കപ്പ് ജോബാണ് എൻ്റെ മെയിൻ ജോലി. ക്രിസ്മസ് അടുക്കാറായപ്പോൾ എല്ലാ വർക്ക് പ്ലേസിലെയും പോലെ ഇവിടെയും ഡെക്കറേഷൻസ് ചെയ്യാൻ നമ്മൾ ഡിസൈഡ് ചെയ്തു കേട്ടോ. അ പാർട്ട് ഓഫ് ഇറ്റ് യു പ്രോബബ്ലി സോ ഇൻ മൈ പ്രീവിയസ് വീഡിയോ. അത് നമ്മൾ ആക്ച്വലി ഒന്ന് പോസ് ഇട്ട് വെച്ചേക്കായിരുന്നു. അപ്പം ഞാനും എൻ്റെ കോവർക്കറും കൂടി ഡോളറാമയിൽ വന്നേക്കാണ് കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻ വാങ്ങിക്കാൻ. അങ്ങനെ ഒരു ഹാഫ് ആൻ അവർ എടുത്ത് എല്ലാ അയിലും കയറി ഇറങ്ങി വി ഗോട്ട് ഓൾമോസ്റ്റ് എവറിഥിങ് വി നീഡഡ്. ജോലിയും ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തി. ഇനിയിപ്പോൾ ഡ്രസ്സ് മാറിയിട്ട് നമുക്ക് അലക്സിൻ്റെ വീട്ടിൽ പോവാം. അപ്പം നിങ്ങൾ ചോദിക്കും, അതിനാരായി അലക്സ്? അലക്സിൻ്റെ നാട്ടിൽ നിന്നുള്ള സ്കൂൾ മേറ്റാണ് കേട്ടോ. കാനഡയിൽ വന്ന ഇനീഷ്യൽ ഡേയ്സ് തൊട്ട് ഇന്ന് വരെ വി യൂഷ്വലി ഹാങ് ഔട്ട് എവറി നൗ ആൻഡ് ദെൻ. ഇനി ഇന്നത്തെ പോക്കിൻ്റെ ഉദ്ദേശം എന്താണെന്നല്ലേ? ഡു യു റിമെമ്പർ ദ സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് ദാറ്റ് ഐ മെയ്ഡ് ദ അതർ ഡേ? എപ്പോഴെങ്കിലും ഞാൻ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ I usually share it with people rather than wasting it. Sometimes in the workplace, so many times at my boyfriend's workplace, idonnu allengi ende edilum oru friend. So today it's Alex's birthday. Appo njan orthu I'll give him a chance of having my cheesecake for his birthday. Adil par oru bhaഗ്യം avanu kittanundo. Headed to his place, had some chit chat, watched DS Ire. Shit, that movie was scary. And then we had the cake. Happy birthday. ഇങ്ങനെയല്ലേ? കൊള്ളാം. ശരിക്കും നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് ബാക്കിയുള്ളവരിങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നത് കാണാൻ അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം ഫീലിംഗ് ആട്ടോ. ഞാൻ ഉണ്ടാക്കിയതായതുകൊണ്ട് പറയല്ല കേട്ടോ. ദ റെസിപ്പി ഇറ്റ് സെൽഫ് അത് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ യു ഷുഡ് ട്രൈ ഇറ്റ്. ഇറ്റ്സ് സോ ഡെലീഷ്യസ്, ട്രസ്റ്റ് മീ. അപ്പോൾ ബർത്ത്ഡേ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് അവിടെ 2 പൂച്ചക്കുട്ടന്മാരുണ്ട് കേട്ടോ. അവരോടും ബൈ പറഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. ബൈ, ഗുഡ് നൈറ്റ്. കുക്ക എല്ലാവരും ഇവിടെ, നമ്മൾ മാത്രമേ ഉള്ളൂ മുട്ട പൊരിച്ച് ജീവിക്കുന്നത്.